അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നാളെ മുതലാണ് നമ്മുടെ പരീക്ഷകൾ ആരംഭിക്കുന്നത്. ഇന്നലെ ലിസാനുൽ ഖുർആൻ്റെ റിവിഷൻ വീഡിയോ 2 പാർട്ടുകളിലായിട്ട് ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ട് നന്നായി വായിച്ച് പഠിക്കുക. എന്നതിന് ശേഷം നമുക്ക് ലിസാനുൽ ഖുർആൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒരു മോഡലായി നോക്കി പഠിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നസിലു ബിൽ മുനാസിബി. നസിലു ബിൽ മുനാസിബി എന്ന് പറഞ്ഞാൽ യോജിച്ചത് കൊണ്ട് ചേർക്കുക. നമുക്കിവിടെ ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട്. 4 ചോദ്യങ്ങളും താഴെയായിട്ട് തന്നിട്ടുണ്ട്. ഓരോ ചോദ്യത്തിന് നേരെയും 2 ഇടങ്ങളിലായിട്ട് ഡാഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മാച്ച് ആയിട്ടുള്ള പദങ്ങൾ നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കണം. ആദ്യം ബ്രാക്കറ്റിൽ തന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബൈത്തുഹു, ഹുമ, ഇഖ്വത്തുൻ, ഹും, ഹുവ, മദ്രസത്തുഹ, ഹിയ. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഫായിസുൻ ദാരിസുൻ. ഫായിസ് വിദ്യാർത്ഥിയാണ്. ഡാഷ് മുജിദ്ദുൻ. ഡാഷ് മുജിദ്ദുൻ ഡാഷ് ഫിൽ ഖറിയത്തി. അപ്പോൾ എന്തായിരിക്കും അവിടെ വരിക? ഫായിസുൻ ദാരിസുൻ. ഫായിസ് ഒരു വിദ്യാർത്ഥിയാണ്. ഫായിസ് എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടിയാണ്. അപ്പോൾ നമുക്ക് മുജിദ്ദുൻ, അവൻ മുജിദ്ദാണ് എന്ന് പറയണം. മുജിദ്ദുൻ പരിശ്രമിയാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കണം? ഹുവ എന്ന് ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഈ ഹുവ ഇവിടെ ചേർത്ത് കൊടുക്കണം. ഹുവ മുജിദ്ദുൻ. ഇനിയോ അടുത്തത് എന്താണ്? ഡാഷ് ഫിൽ ഖറിയത്തി. അവൻ്റെ എന്തോ ഫിൽ ഖറിയത്തി, ഗ്രാമത്തിലാണ്. എന്തായിരിക്കും? അവൻ്റെ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തറിയാം? ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഹു എന്ന് ചേർത്ത് കൊടുത്താൽ അവൻ്റെ എന്ന് വരും. അപ്പോൾ ഹു വന്നിട്ടുള്ളത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ബൈ തുഹു എന്നിവിടെ ആദ്യമേ തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ തുഹു എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ബൈ തുഹു ഫിൽ ഖറിയത്തി. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഷാക്കിറത്തുൻ ദാരിസത്തുൻ. ഷാക്കിറ ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഷാക്കിറ എന്നുള്ള പേരിൽ നമ്മൾ മനസ്സിലാക്കണം അതൊരു പെൺകുട്ടിയാണ് എന്നുള്ളത്. ഓക്കെ. ഡാഷ് മുജിദ്ദത്തുൻ ഡാഷ് ഫിൽ മദീനത്തി. ഡാഷ് മുജിദ്ദത്തുൻ, അവൾ മുജിദ്ദത്താണ്. അപ്പോൾ ഹുവ മുജിദ്ദുൻ എന്ന് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു. അതുപോലെ പെൺകുട്ടിയെ അവൾ എന്ന് പറയണമെങ്കിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പദം? ഹിയ. കണ്ടോ, ഹിയ. ഹിയ മുജിദ്ദത്തുൻ, അവൾ മുജിദ്ദത്താണ്. ഡാഷ് ഫിൽ മദീനത്തി, അവളുടെ എന്തോ ഫിൽ മദീനത്തി, പട്ടണത്തിലാണ്. അപ്പോൾ അവളുടെ എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഹ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ എന്നർത്ഥം വരും. അറിയാമല്ലോ? അപ്പോൾ ഇവിടെ നോക്കൂ, മദ്രസത്തുഹ എന്നിവിടെ തന്നിട്ടുണ്ടല്ലോ. മദ്രസത്തുഹ എന്ന് പറഞ്ഞാൽ അവളുടെ മദ്രസ ഫിൽ മദീനത്തി, പട്ടണത്തിലാണ്. കണ്ടോ, അപ്പോൾ അത് 4ാമതായി വരും. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അനീസത്തും വഷാക്കിറത്തുൻ ഉഖ്താനി. അനീസയും ഷാക്കിറയും 2 സഹോദരിമാരാണ്, സിസ്റ്റേഴ്സാണ്. ഡാഷ് ദാരിസത്താനി, അവർ 2 പേരും വിദ്യാർത്ഥികളാണ്. അവർ 2 പേരും എന്നർത്ഥം വരാൻ നമ്മൾ പ്രയോഗിക്കുന്ന പദം ഏതാണ്? ഇതാ കണ്ടോ, ഹുമാ. ഹുമാ എന്നാണ് അവർ 2 പേരും എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അവസാന ക്വസ്റ്റ്യൻ നോക്കൂ. അൽ മുഅ്മിനൂന ഡാഷ് ഡാഷ് സാഹിബൂന ഇലൽ മദ്രസത്തി. നമ്മുടെ ടെക്സ്റ്റിൽ ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ. എന്താണ്? ഇഖ്വത്തുൻ, മുഅ്മിനുകൾ സഹോദരന്മാരാണ്. പിന്നെയോ അവർ സാഹിബൂന ഇലൽ മസ്ജിദ്, അവർ പള്ളികളിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർ എന്ന് പ്രയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹും. ഓക്കെ, ഹും സാഹിബൂന ഇലൽ മസ്ജിദ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി 2ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. നുക്കമ്മിലുൽ ജദ്വല. നുക്കമ്മിലുൽ ജദ്വല, ഇവിടെ തന്നിട്ടുള്ള ഈ ഓർഡർ നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ഹുവ ഡാഷ് 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 ഹുന്ന. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഹുവ എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി. ഹുമ അവർ 2 ആൺകുട്ടികൾ. ഹും അവർ ഒരുപാട് ആൺകുട്ടികൾ. ഹിയ അവൾ ഒരു പെൺകുട്ടി. ഹുമ 2 പെൺകുട്ടികൾ. ഹുന്ന അവർ ഒരുപാട് പെൺകുട്ടികൾ. ക്ലിയർ ആയല്ലോ? ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന. ഇത് നിങ്ങൾ ഇതേ ഓർഡറിൽ മനസ്സിലാക്കി പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ.
ഇനി അതേ ഓർഡറിൽ തന്നെയാണ് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. കിതാബുഹു, അവൻ്റെ പുസ്തകം, അതായത് ഒരു ആൺകുട്ടിയുടെ പുസ്തകം. രണ്ടാമതായിട്ട് എന്ത് കൊടുക്കണം? രണ്ട് ആൺകുട്ടികളുടെ പുസ്തകം, അതിനാണ് കിതാബുഹുമ. ഓക്കെ, പിന്നെ കിതാബുഹും എന്നവിടെ തന്നിട്ടുണ്ട്, അവരൊരുപാട് ആൺകുട്ടികളുടെ പുസ്തകം. ഇനിയോ ഒരു പെൺകുട്ടിയുടെ പുസ്തകം എന്ന് പറയണം, കിതാബുഹ. ഓക്കെ, രണ്ട് പെൺകുട്ടികളുടെ പുസ്തകം എന്ന് പറയാൻ കിതാബുഹുമ. കിതാബുഹുന്ന എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പെൺകുട്ടികളുടെ പുസ്തകം. ക്ലിയർ ആയോ? അപ്പോൾ ഇത് നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. നന്നായി പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാവൂ, കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നുറത്തിബുൽ ജുംല, ഓർഡർ ആക്കാനാണ് തന്നിട്ടുള്ളത്. ഒന്നാമത് എന്താണ്? ഹാദ, ഹാദിഹി, ഹാ ഉലായി, ഹുന്ന. ഒരു വശത്തായിട്ട് ഹാദ, ഹാദിഹി, ഹാ ഉലായി, ഹുന്ന എന്ന് തന്നിട്ടുണ്ട്. മറുവശത്തോ ഔലാദുൻ, ദാരിസാത്തുൻ, വലതുൻ, ബിൻതുൻ. ഹാദ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത്. ഹാദിഹി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കാണിച്ചിട്ട് ഇത് അല്ലെങ്കിൽ ഇവളെന്ന് പറയുന്നത്. ഹാ ഉലായി എന്ന് പറഞ്ഞാൽ അവർ. ഹുന്ന എന്ന് പറഞ്ഞാലും അവർ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഹാദ, ഹാദ എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയെ കാണിച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. ഹാദ വലതുൻ, ഇത് ഒരു ആൺകുട്ടിയാണ്. ക്ലിയർ ആയോ? ഇനി രണ്ടാമത് എന്താണ്? ഇത് ഒരു പെൺകുട്ടിയാണ് എന്നാണ് പറയേണ്ടത്. ഹാദിഹി ബിൻതുൻ. ഓക്കെ, ഇനി അടുത്തത് ഹാ ഉലായി, ഹാ ഉലായി അവർ ആൺകുട്ടികൾ. എന്താണ്? ഔലാദുൻ, ഹാ ഉലായി ഔലാദുൻ. അടുത്തതായിട്ട് ഹുന്ന ദാരിസാത്തുൻ, ഹുന്ന. ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പെൺകുട്ടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹുന്ന. ഹുന്ന ദാരിസാത്തുൻ. സിമ്പിളാണല്ലോ. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. നുഅരിബു, അറബിയിലാക്കാനാണ്. ഒന്ന്, ഫായിസെ നീ വിജയിയാണ്. ഫായിസെ നീ വിജയിയാണ് എങ്ങനെ അറബിയിൽ പറയാം? ഫായിസെ എന്ന് വിളിക്കണമെങ്കിൽ നമുക്കറിയാം യാ ഫായിസ് എന്ന പറയുക, അല്ലേ? യാ ഫായിസ്. ഇനിയോ നീ എന്നുള്ളതിന് അൻത. യാ ഫായിസ് അൻത. വിജയി എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സഈദുൻ. അപ്പോൾ എങ്ങനെ പറയാം? യാ ഫായിസ് അൻത സഈദുൻ. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. അനീസ് വിദ്യാർത്ഥിയാണ്, അവൻ സമർത്ഥനാണ്. അനീസ് വിദ്യാർത്ഥിയാണ്. അനീസുൻ ത്വാലിബുൻ, വിദ്യാർത്ഥി എന്നുള്ളതിന് ത്വാലിബുൻ. അനീസുൻ ത്വാലിബുൻ. അവൻ സമർത്ഥനാണ്, അവൻ എന്ന് പറയാൻ ഹുവ സമർത്ഥനാണ്. മാഹിറുൻ. ക്ലിയർ ആയോ? അനീസുൻ ത്വാലിബുൻ ഹുവ മാഹിറുൻ. അനീസുൻ ത്വാലിബുൻ ഹുവ മാഹിറുൻ. ഇതൊക്കെ നമ്മളുടെ ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. അനീസയും അഫീഫയും വിദ്യാർത്ഥികളാണ്, അവർ കൂട്ടുകാരികളുമാണ്. അനീസയും അഫീഫയും, അനീസത്തുൻ വ അഫീഫത്തുൻ വിദ്യാർത്ഥികളാണ്. അവർ രണ്ടുപേരല്ലേ ഉള്ളത്. അപ്പോൾ എങ്ങനെ പറയേണ്ടത്? വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥിക്ക് ത്വാലിബത്തുൻ എന്ന് പറയും, വിദ്യാർത്ഥിനി എന്നുള്ളതിന് ത്വാലിബത്തുൻ എന്ന് പറയും. അപ്പോൾ രണ്ട് വിദ്യാർത്ഥിനികൾ എന്ന് പറയാനോ? അനീസത്തുൻ വ അഫീഫത്തുൻ ത്വാലിബത്താനി. ഓക്കെ, ത്വാലിബത്താനി. ഹുമാ അവർ കൂട്ടുകാരികളാണ്. ഹുമാ സ്വദീഖത്താനി. കണ്ടോ? ഹുമാ സ്വദീഖത്താനി. ക്ലിയർ ആയല്ലോ? ഇത് നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 8 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ചു പഠിക്കുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. നുത്തർജിമു, തർജമ ചെയ്യാൻ. ഒന്ന്, അൽ ബനാത്തു മാഹിറാത്തുൻ. അൽ ബനാത്തു മാഹിറാത്തുൻ, പെൺകുട്ടികൾ. മാഹിറാത്തുൻ, സമർത്ഥരാണ്. പെൺകുട്ടികൾ സമർത്ഥരാണ്. രണ്ട്, അൻവറുൻ മുദരിസുൻ. ഹുവ മുദരിസുൻ ഫിൽ മദ്രസത്തി സാനവിയ. ഓർക്കുന്നുണ്ടോ? അൻവർ മുദരിസുൻ, അൻവർ ഉസ്താദാണ്. ഹുവ മുദരിസുൻ ഫിൽ മദ്രസത്തി സാനവിയ, അദ്ദേഹം മദ്രസത്തു സാനവിയ സെക്കൻഡറി മദ്രസയിലെ അധ്യാപകനാണ്, സെക്കൻഡറി മദ്രസയിലെ ഉസ്താദാണ്. ക്ലിയർ ആയല്ലോ? ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ. നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. ഒന്ന്, നിദാഉൻ. നിദാഉൻ എന്നുള്ളതിൻ്റെ അർത്ഥം എഴുതണം. എന്താണ് നിദാഉൻ എന്ന് പറഞ്ഞാൽ? വിളി എന്നാണ് അർത്ഥം. വിളി. എവിടെയാണ്? ഫസ്റ്റുള്ള ദ്വായിലാണ് ഈ നിദാഉൻ എന്ന പദം വന്നിട്ടുള്ളത്. ഓക്കെ,
യാ ഇലാഹി എന്നുള്ള മൻലൂമയിലാണ് നിദാഉൻ എന്ന് വന്നിട്ടുള്ളത്. യാ സമീ അൽ നിദാഇ, എൻ്റെ വിളികൾ കേൾക്കുന്നവനെ എന്ന് പറഞ്ഞ ആ ഭാഗത്ത്. ഇനി രണ്ടാമത്തേത് നോക്കൂ, ഷക്കാവത്തുൻ. ഷക്കാവത്തുൻ, ഷക്കാവത്തുൻ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യം, നിർഭാഗ്യം. 3 നുഹൈറുൻ. നുഹൈറുൻ ഓർമ്മയുണ്ട്? നുഹൈറുൻ എന്നൊക്കെ നമ്മൾ റിവിഷൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. തോട് അല്ലെങ്കിൽ ചെറിയ പുഴ എന്നൊക്കെയാണ് നുഹൈറുൻ എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി ലാസ്റ്റ് ചോദ്യം നോക്കൂ, നുത്തമ്മിമുൽ അബിയാത്ത്. നുത്തമ്മിമുൽ അബിയാത്ത്, ഈ ബൈത്ത് നമ്മൾ പൂരിപ്പിക്കണം. ഫസ്റ്റ് തന്നിട്ടുള്ള യാ ഇലാഹി എന്നുള്ള ബൈത്താണിത്. റബ്ബി ഹയ്യി കുല്ലഹീനിൻ ലി ഡാഷ്. റബ്ബി ഹയ്യി കുല്ലഹീനിൻ എന്താണ് ബാക്കി? ലീ നജാഹൻ വാസഅദ. 2 നജ്ജിനി മിൻ കുല്ലി ഷർരിൻ വ ഡാഷ് വഅദാബിൻ വശഖാവ. അപ്പോൾ ബൈത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് നന്നായി കാണാതെ പഠിച്ചിരിക്കണം. കാരണം നമുക്ക് വെറും 3 പാഠങ്ങൾ മാത്രമേ ഈ എക്സാമിന് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ബൈത്ത് അടക്കം ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമൊക്കെ വളരെ സിമ്പിൾ ആവട്ടെ. എല്ലാ മക്കൾക്കും നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒരു മോഡലായി എടുത്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ റെഡി ആവുക. എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.